ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗെയ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, സങ്കടം പറയാൻ വന്നതല്ല കേട്ടോ, ഇപ്പം എനിക്ക് എന്ത് പറഞ്ഞാലും പറഞ്ഞു ഗെയ്സ്, അതുകൊണ്ട് അങ്ങനെ ഇടുന്നു. അപ്പം ഗെയ്സ്, ഞാനിപ്പം എല്ലാവരും കാപ്പിയെല്ലാം കുഴിച്ച് ഇപ്പം ഉച്ചത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ കണ്ണുന്നുള്ളി പറയുകയായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, ഈ കുപ്പി വാങ്ങിച്ച ശേഷം ഞാൻ ഇടയ്ക്ക് ഫസ്റ്റ് വെച്ച കുപ്പി അതൊക്കെ പൊട്ടി തരിപ്പണമായി ഗൈസ്. അപ്പം ഇത് ഞാൻ വെച്ചു, ഇത് പൊട്ടൂല എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കട്ടിയുണ്ട് ഗൈസ്, പിന്നെ കാണാനും നല്ല ചേര. ഒരു ഓർഡർ ഇതിൻ്റെ ഒരു പർപ്പിൾ കളറായിരുന്നു, പക്ഷെ എനിക്ക് വന്നത് ഇതായിരുന്നു ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. എനിക്ക് നിങ്ങളുടെ വണ്ണം കണ്ടില്ലേ, ഇനി ഈ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, ജിമ്മിൽ പോകണം, സെറ്റ് ആവണം എന്നാണ് ഇനി എൻ്റെ മൈൻഡ് ഫുൾ. ജിമ്മിൽ പോകണം ഗൈസ്. ഞാനിങ്ങനെ മടി പിടിച്ചെടുത്തായിരിക്കും അവസാനം ഭ്രാന്താവും ഗൈസ്. അതുകൊണ്ട് ജിമ്മിൽ പോകരുത്, മാറിയിട്ട് ജിമ്മിൽ പോകാം ഗൈസ്. അപ്പം എന്താ പറഞ്ഞു വന്നത്, അപ്പം ഇന്നിങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിപ്പം ഇതിപ്പം ഒരു ഉച്ചയ്ക്ക് മുന്നിൽ എൻ്റെ വയറുവേദന മാറും എന്നാണ്ടൊരു പ്രതീക്ഷ ഉള്ളൊരു ഗുളികയും കഴിച്ചിട്ട്. ഇത് സത്യം പറഞ്ഞാൽ തലവേദനയുടെ ഗുളികയാണ്. പിന്നെ ഞാൻ വയറുവേദനയ്ക്ക് നമ്മളിപ്പം ഒരു പാരസെറ്റമോൾ പനിക്കുള്ളതാണ്, നമ്മളിപ്പം തലവേദനയ്ക്ക് എല്ലാ ബോഡി പെയിൻ എല്ലാം കഴിക്കുന്നത് തന്നെ ഈ തലവേദനയുടെ ഗുളികയാണ്. തലവേദന ഉണ്ടായിരുന്നു, അപ്പം തലവേദന വയറുവേദന ഒരുമിച്ച് മാറിട്ടെന്ന് കരുതി ഈ ഒരു ഗുളികയും കഴിച്ചിട്ടാണ് ഞാൻ ഇടിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കുറച്ച് ഒരു റിംഗ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പവും ഞാൻ ഇപ്പോൾ കാണുന്നു. നല്ല റിംഗ് ലൈറ്റ് പൊട്ടി വീട് മാറിയത്തെ വന്നപ്പം എല്ലാ അമ്മമാരും കൂടി എടുത്ത് താഴെ ഇട്ട് സാധനം പറക്കുന്നു നമ്പറിലുണ്ട്. അപ്പോൾ അതിനെ പൊട്ടിപ്പോയി, ലൈറ്റ് പൊട്ടിപ്പോയി. അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ആവാം അല്ലേ. പൊങ്കാലക്കിടാനേ എനിക്കൊരു ടോപ്പ് എടുക്കണം. ടോപ്പല്ല, ഒരു തുണി എടുക്കണം, അത് തയ്ക്കണം. ബന്ധുവാൻ്റെ വിളിച്ച് ചോദിക്കണം തയ്ച്ച് തരുമെന്ന്. ആൻറ്റി അന്നേ പറഞ്ഞ വർഷം മോളെ എന്തെങ്കിലും തുണി തയ്ക്കാൻ ഉണ്ടെങ്കിൽ എത്ര 2 ആഴ്ച മുന്നേ ആൻറ്റി പറഞ്ഞു, നേരത്തെ കൊണ്ടുവരണം, സമയം കിട്ടില്ല, എന്തിനു പറയുമോ എന്തോ, നോക്കി വെക്കാം. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് വീട്ടിലെ. എൻ്റെ അമ്മ ജോലിക്ക് പോയി, അച്ഛൻ ജോലിക്ക് പോയി. ബോറടിയൊന്നുമില്ല കേസ്. ഇപ്പം എനിക്ക് ഫുൾ ടൈം പാട്ടൊക്കെ പോട്ടെ ജോലി. രാത്രി ആയാലും രാവിലെ ആയാലും പാട്ടും കേട്ട് ഉറങ്ങൂല കേസ്, ഇങ്ങനെ ഇരിക്കും പാട്ട് കേട്ട്. പിന്നെ കേസിന് കുറച്ച് സാധനം ഓർഡർ ചെയ്യാനുണ്ട്. എൻ്റെ സ്കിൻ കെയർ സാധനങ്ങൾ ഓർഡർ ചെയ്യണം. പിന്നെ എനിക്കൊരു ഷാമ്പൂ കണ്ടീഷണർ മാമ-എർത്തിൻ്റെ ഓർഡർ ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. അപ്പം നമുക്കതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിലിട്ട് എടുത്ത വീട്ടിലിട്ടാം. ഓക്കെ, അപ്പോഴത്തെ ഞാൻ പോയി കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. എൻ്റെ ഫോണിൽ ചാർജില്ല, 12% ഉള്ളൂ. ചാർജൊക്കെ ഒന്ന് കയറി സെറ്റാവട്ടെ. 100 ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് അവസാനം ചാർജ് എന്ത് ചെയ്ത് പെട്ടെന്ന് തീരും. ഇപ്പോൾ ഈ ചൂടത്തെ നമ്മൾ ക്യാമറ ഓണാക്കുമ്പോൾ വെയിലത്ത് ക്യാമറ ഓണാക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ഹീറ്റാവും, ചാർജ് തീരും. ഷോകോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഇതുവരെ കുളിക്കാൻ പോയിട്ടില്ല ഗൈസ്. മടി എന്ന് പറഞ്ഞാൽ ഇതുവരെ മടിയില്ല. ഞാൻ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് ഈ പാൻറ്റും ഇട്ട് ഈ ഒരു ഇതുണ്ടാകും അല്ലേ ഗൈസ്. അപ്പോൾ ഇനി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു. ഞാൻ കുറേ നേരമായിട്ട് ഇത് പറയാണ് കുളിക്കാന്ന്. ഇപ്പം അതാ കുളിക്കാൻ പോകണം ഗൈസ്. ഗൈസ്, എൻ്റെ പല്ല് കണ്ടോ, പളക്കണുണ്ടോ ഗൈസ്. ഇന്ന് കമ്പി ടൈറ്റ് ചെയ്യാൻ പോകണം. കുറേ നേരമായി. അങ്ങനെ ഗൈസ്, ഞാൻ നേരെ പോയി നമ്മുടെ കമലേശ്വരത്തുള്ള വൈറ്റ് ഡെൻ്റൽ ക്ലിനിക്കിലാണെങ്കിൽ എപ്പോഴും പോകുന്ന സ്ഥലം ഗൈസ്. എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ. കമ്പി ടൈറ്റിനായിട്ട് പോയതായിരുന്നു ഗൈസ് പല്ലിലുള്ള. അങ്ങനെ അവിടെ പോയപ്പോൾ ആദ്യം കുറച്ച് നേരം ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നെ അവിടെ 2-3 പെൺപിള്ളേരുണ്ടായിരുന്നു, അവരുടെ താളം കേട്ടുകൊണ്ടിരുന്നു ഗൈസ്. പിന്നെ ഡോക്ടർ വന്നു, കമ്പിയൊക്കെ ടൈറ്റ് ചെയ്ത് കമ്പി കുറച്ചുകൂടി ടൈറ്റായി പോയി എന്ന് തോന്നുന്നു ഗൈസ്.
എന്തായാലും ഗൈസ് എൻ്റെ പൊന്നു ഗൈസ് മുട്ടൻ ചൂടായിരുന്നു. ഞാൻ പറഞ്ഞ വഴിയിൽ ഒരു ഹെൽമെറ്റും മേടിച്ച് ഈ ഒരു ഗ്ലൗസും മേടിച്ചായിരുന്നു ഗൈസ്. ഇത്രയും അത്രയ്ക്ക് വെയിലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ കരിഞ്ഞ് പുള്ളിപ്പോയേനെ ഗൈസ്. അങ്ങനെ എന്താ പറയാനാ. ഇനി ഇവിടെ നിന്ന് നേരെ ഞാൻ പിന്നെ നമ്മുടെ അട്ടക്കുളങ്ങരയിലുള്ള, അതായത് മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലാണ് ഗൈസ് കയറിയത്. തണുത്ത എന്തെങ്കിലും ഷേക്കോ ഷാർജയോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് കയറിയതാണ് ഗൈസ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ പിന്നെ ഒരു കരിക്കൻ ഷേക്ക് പറഞ്ഞു, അതാകുമ്പം വലിയ ടാസ്ക് ഇല്ലല്ലോ. പിന്നെ ഐസ്ക്രീമും കൂടെ പറഞ്ഞ് ഇപ്പം കാണിക്കുന്ന എൻ്റെ പല്ലിൻ്റെ കുറച്ച് കോപ്രാങ്ങളുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ഒരു സമയം കൊണ്ടാണ് തോന്നുന്നത്, അവരൊരുമാതിരി മറ്റേ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടാണ്. അതിനൊന്നും ആവശ്യമില്ല, എനിക്ക് ഒന്നാമത് കടിക്കാൻ വയ്യ. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ആ ട്യൂട്ടി ഫ്രൂട്ടി സ്ട്രോയ്ക്കകത്തെല്ലാം കയറിയിരുന്ന് ഫുൾ ഷോകമായിരുന്നു ഗൈസ്. ആ സാധനം വേണ്ടായിരുന്നു. പിന്നെ ഗൈസ് അവിടെ നിന്ന് നേരെ ഞാൻ പോയത് കണ്ടക്കടി, ഇതാണ് അട്ടക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ, എല്ലാവർക്കും അറിയാം, എന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഇതാണ് ഗൈസ്, ഇതാണ് ഞാൻ കഴിച്ച ഹെൽമെറ്റ് കേട്ടോ. അവിടെ വെച്ച് എനിക്ക് നോക്കിയപ്പോൾ കൊള്ളാം, പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഒരു കണ്ണാപ്പി ലുക്ക് ഗൈസ്. പിന്നെ നേരെ തമ്പാനൂരുള്ള മറ്റേ ആ ഒരു ഇങ്ങനത്തെ ജുമുക്കയൊക്കെ ഉള്ളൊരു കമ്മലുള്ള തട്ട് പോലത്തെ ഉണ്ട്, അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കുറച്ച് കമ്മൽ മേടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഗൈസ്. സെറ്റ് കമ്മലുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എല്ലാം നല്ല റേറ്റും ഉണ്ട്. 2-3 കമ്മലെടുക്കണം ഗൈസ്. പിന്നെ ടോപ്പിൻ്റെ തുണി എടുക്കണം. നല്ല ഡിസ്കൗണ്ട് തരണം, എങ്കിലേ മാമനെ ചാനലിലിട്ട് വൈറലാക്കാം, നല്ല കസ്റ്റമേഴ്സ് വരും. 25 രൂപ കുറച്ചുകൂടാ, 25 രൂപ കുറച്ച് അയാൾ 90 എന്താന്ന്? അതോ ഏത്? മറ്റേ വളയാ? വള എത്ര കുറച്ച്? എല്ലാത്തിനും 20 രൂപ മാമ. ശരി എത്രേ? ശരി. എത്ര കൊള്ളാന്നുള്ള തുണി ഇവിടെ ഉണ്ടെങ്കിലും എനിക്കൊന്നും കണ്ണിന് പിടിക്കില്ല, അതാണ് കുഴപ്പം. സെക്കൻഡ് ഫ്ലോറിലും കൂടി പോയി നോക്കാം, ചിലപ്പോൾ അവിടെ കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. രാമേന്ദ്ര പോലെ കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു, എന്തെങ്കിലും എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഗൈസ്. കൊള്ളാല്ലേ? ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്. ഷോ ആണ് ഞാൻ ഒറ്റയ്ക്കായോണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഒന്നും അങ്ങോട്ട് പിടിക്കല്ല. ഞാൻ പിന്നെ വേറെ കാണിച്ചില്ല. അങ്ങനെ ഗൈസ് ഞാൻ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ വല്യമ്മയുടെ ആറ്റുകാലുള്ള വല്യമ്മയുടെ വീട്ടിലാണ് ഗൈസ്. ഇനി അവിടെ പോയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര നാണമാണ് സാർ, നാണമാണ്. ഞാൻ കണിച്ചിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടാ? അയ്യോ അന്ന് ഇട്ട പൊങ്കാല ഓർമ്മയുണ്ടാ? പിന്നെ ചെയ്, അതാണ്. ഹലോ, അത് തുടങ്ങണം ചേട്ടാ, നമുക്ക് അങ്ങനത്തെ ഒരു തോന്നണം തുടങ്ങണം നമ്മള്. ആറ്റപ്പൊങ്കാല തലേദിവസം ഒരു ഡയലോഗ് അടിച്ച് ഓർമ്മയുണ്ടോ? അത് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ആറ്റപ്പൊങ്കാലയുടെ കണ്ണഞ്ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നത്? കൊച്ചു കൊമ്പനാണേ വമ്പനാണേ
പിന്നെ ഗെയ്സ് ഞാൻ അവിടെ മറ്റേ കമ്മൽ വായിക്കാൻ കയറി എടുത്ത് വാങ്ങിയ വളയാണ് ഗെയ്സ്. ഞാൻ വളയൊന്നും ഇടാറില്ല, എങ്കിലും ഇഷ്ടം തോന്നി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ഗെയ്സ് ഞാൻ എന്താ പറയുക, രാത്രി പിന്നെ എൻ്റെ വല്യമ്മയുടെ നൈറ്റി ആട്ടോ, ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. അങ്ങനെ മുടിയെല്ലാം കെട്ടി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഞാനിങ്ങനെ അവിടെ അവരുടെ കഥയും കേട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു ഗെയ്സ്. ഇതെൻ്റെ മുടിയാട്ടോ. അപ്പം ഗെയ്സ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഇത്രയേ ഉള്ളൂ ഗെയ്സ്. പിന്നെന്താ ഞാൻ പറയാൻ വന്നത് ഗെയ്സ്, കയ്യിലുള്ള പൈസ എങ്ങനെ തീർന്നൊരു പിടിയില്ല ഗെയ്സ്, എല്ലാം പോയി. അപ്പം എൻ്റെ വല്യമ്മയുടെ മോനും മരുമോളും ബാവയും ഞാൻ ചോദിച്ചത് അനിയനും കൂടെ ആയിട്ട് ആറ്റുകാൽ പോകണം ഗെയ്സ്. ഞാൻ ഇപ്പോഴൊന്നും പോകില്ല, എനിക്ക് പൊങ്കാലയുടെ തലേ ദിവസം പോവാം. അതപ്പോൾ അപ്പോഴാകുമ്പോൾ എനിക്ക് ഓക്കെ ആവും ഗെയ്സ്. തലേ ദിവസം നമുക്ക് പോവാം, പിന്നെ പൊങ്കാലയുടെ അന്ന് പോവാം, കുറേ ഉണ്ട് ഗെയ്സ്. ഇപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ആരെങ്കിലും കാണുന്നതിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.